കുറച്ച് സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കണത്. ഇനി അതിൽ ഇമ്പോർട്ടന്റ് ആണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ അതേ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയ ഒരു സംഭവമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയണത്. ഓക്കെ. അപ്പൊ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തില് മെയിൻ ആയിട്ട് പറയണത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് എങ്ങനെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ഈ ഖലീഫ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്നു ഈ ഖലീഫ എന്ന് പറഞ്ഞ ആള്. അപ്പൊ അത് ഈ ലോകമെമ്പാടുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമാണ്. അതേപോലെ തന്നെ തുർക്കിയിലെ സുൽത്താനാണ്. അദ്ദേഹം ഈ ഒന്നാം ലോക മഹായുദ്ധത്തില് ഈ തുർക്കി എന്ന് പറയണ രാജ്യം ഈ പറഞ്ഞ ബ്രിട്ടന്റെ എതിരായിട്ട് നിൽക്കണ ഒരു രാജ്യമായിരുന്നു. അപ്പൊ അവസാനം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഖലീഫാനെ ഈ ബ്രിട്ടീഷുകാര് അപമാനിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി. അപ്പൊ ഈ യുദ്ധത്തില് ഖലീഫയ്ക്കെതിരെ ഈ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച കുറെ നടപടികളുണ്ട്. ഈ ഖലീഫനെ അദ്ദേഹത്തെ അപമാനിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് അതിനു വേണ്ടി അതിനോടുള്ള പ്രതിഷേധാർത്ഥമായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഇനി ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എല്ലാവിടെയും ഉണ്ടായ പോലെ തന്നെ ഇന്ത്യയിലും മുസ്ലിങ്ങളുടെ ഒരു വലിയ ആളാണല്ലോ, ആത്മീയ നേതാവാണല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രൊട്ടസ്റ്റ് ഇന്ത്യയിലും നടന്നു. അപ്പൊ നമ്മുടെ ഗാന്ധിജി വിചാരിക്കുകയാണ് ഈ ജാലിയൻവാല ബാഗ് സംഭവത്തിന് ശേഷം അല്ലെങ്കിൽ റൗലറ്റ് നിയമത്തിനോടൊക്കെ അനുബന്ധിച്ച് ഈ ഹിന്ദു മുസ്ലിം ഐക്യമൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ഹിന്ദു മുസ്ലിം ഐക്യം സ്ട്രോങ് ആയി നിൽക്കണ ഈ സമയത്ത് ഗാന്ധിജി എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ അതിന് പിന്തുണ നൽകി. അപ്പൊ ഇവിടത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുടെ ഐക്യം ആ ബോണ്ട് സ്ട്രോങ് ആവുമെന്ന് ഗാന്ധിജി ഉറച്ചു വിശ്വസിച്ച് ഗാന്ധിജി ഈ പറഞ്ഞ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകി. അതിനെയാണ് ഈ പറഞ്ഞ ഖിലാഫത്ത് പ്രസ്ഥാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കണം. അപ്പൊ ഇവിടെ കുറച്ചും കൂടി നമ്മുടെ ഇന്ത്യക്കാര് തമ്മിൽ ഒരു ദേശീയ പ്രസ്ഥാനമായിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ അദ്ദേഹം പിന്തുണച്ചുകൊണ്ട് മാറ്റി. അതാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താൻ, അദ്ദേഹത്തിന്റെ പേരാണ് ഖലീഫ. അദ്ദേഹത്തെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ രൂപം നൽകിയ ഒരു സംഘടനയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഓക്കെ. അപ്പൊ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കളാണ് മൗലാന മുഹമ്മദ് അലിയും അതേപോലെ തന്നെ ഷൗക്കത്ത് അലിയും. ഇവരുടെ പേരാണ് അലി സഹോദരന്മാർ. ഞാൻ മുന്നത്തെ ഏതോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അലി സഹോദരന്മാർ എന്ന് അറിയപ്പെടുന്നത് ആരാന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ മൗലാന മുഹമ്മദ് അലിയും അതേപോലെ മൗലാന ഷൗക്കത്ത് അലിയാണ് ഈ പറഞ്ഞ അലി സഹോദരന്മാർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 1920 കാലഘട്ടമാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഒക്ടോബർ 17 ആയിരുന്നു കേട്ടോ. ഒക്ടോബർ 17 അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. ഇനി ഇതിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ്. ഇത് തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുമുണ്ട്, PYQ ആണ്. അതായത് ഖിലാഫത്ത് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ ഒരു പ്രസ്ഥാനം പോലെയുള്ള വരിക. അപ്പൊ അതിന്റെ പ്രസിഡന്റ് മഹാത്മാഗാന്ധി ആവോ എന്ന് ഈ അലി സഹോദരന്മാരുടെ ഒക്കെ പേര് അതിൽ കാണും. അപ്പൊ നമ്മൾ തെറ്റിക്കും. അപ്പൊ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു മഹാത്മാഗാന്ധി. ഇനി ഈ റൗലറ്റ് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിക്കുകയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. അങ്ങനെ ഗാന്ധിജി വിശ്വസിച്ചു. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിലായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം. ഇനി ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഒരു കലാപമാണ് മലബാർ കലാപം. കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ പറയും മലബാർ കലാപം അതിനോടനുബന്ധിച്ച് നടന്ന വാഗൺ ട്രാജഡിയും ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ. അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം ക്ലിയർ ആയോ? ഖിലാഫത്ത് പ്രസ്ഥാനം ക്ലിയർ ആയോ?
ക്ലിയർ ആണോ ഖിലാഫത്ത്? ആരും ഒന്നും പറയണില്ലല്ലോ. അടുത്തേക്ക് പോട്ടെ. ഖിലാഫത്ത് പ്രസ്ഥാനം ക്ലിയർ ആയോ? ഓക്കെ. നിങ്ങൾ ഇത് കണ്ടിന്യൂഷൻ ആയിട്ട് പഠിക്കാട്ടാ. കാര്യം നമ്മൾ അവിടെ നിന്നാണ് വന്നത്. നമ്മൾ ആദ്യം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞപ്പോ ഗാന്ധിജിയുടെ കാര്യം INC പഠിച്ചു. കഴിഞ്ഞ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ചമ്പാരൻ, അതുപോലെ തന്നെ ഗേദ, അഹമ്മദാബാദ് മില്ല് സമരം, അതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റൗലറ്റ് ആക്ടിലേക്ക് വന്നു, ജാലിയൻ വാലാബാഗിലേക്ക് വന്നു. ഇപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം, അതൊരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോണത് കേട്ടോ. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയുള്ള ഒരു വർഷങ്ങളായിട്ട് ആ ഒരു ഇയർ വൈസ് പോണ കാര്യങ്ങളോ. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂഷൻ ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ മറന്നു. ഇനി അടുത്ത പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെയുണ്ട്, സഹകരിക്കില്ല, അത് തന്നെ. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പൊ ഈ ഇതൊരു ക്വസ്റ്റ്യൻ ആണേ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രക്ഷോഭം. അതിനു മുന്നേ കുറെ പ്രക്ഷോഭങ്ങൾ, ഇപ്പൊ നമ്മള് അഹമ്മദാബാദ് സമരം പറഞ്ഞു, ചമ്പാരൻ പഠിച്ചു, ഗേദ, അതൊക്കെ ഒരു പ്രാദേശികമായിട്ട് ഒരു സ്ഥലത്ത് നടന്നിരുന്ന സംഭവങ്ങൾ മാത്രമായിരുന്നു. പ്രാദേശികമായിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ്. പക്ഷെ ഇത് INCയുടെ നേതൃത്വത്തിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാന്ന് ചോദിച്ചാൽ അത് നിസ്സഹകരണ പ്രക്ഷോഭമാണ്. അന്ന് ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം ചോദിച്ചാൽ അത് ചമ്പാരനാണ്, ബീഹാറിലുള്ളത്. ഓക്കെ. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ പ്രസ്ഥാനം, അല്ലെങ്കിൽ നിസ്സഹകരണ പ്രക്ഷോഭം. ഇനി ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താന്ന് ചോദിച്ചാൽ അത് സ്വരാജ് നേടുക എന്നുള്ളതാണ് കേട്ടോ. സ്വരാജ് നേടുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഗാന്ധിജിക്ക് കൈസർ ഇ ഹിന്ദ് എന്ന് പറഞ്ഞ ഒരു പുരസ്കാരം നേടിയിട്ടുണ്ട്. അത് ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല കഴിഞ്ഞപ്പോ അദ്ദേഹം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഈ കൈസർ ഇ ഹിന്ദ് പദവി കിട്ടാൻ കാരണം അദ്ദേഹത്തിന് ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ സേവനങ്ങള് മുൻനിർത്തിയാണ് അദ്ദേഹത്തിന് ആ ഒരു ഈ പുരസ്കാരമൊക്കെ കിട്ടിയിരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ ഈ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമായിരുന്നു നിസ്സഹകരണ പ്രക്ഷോഭം, അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് 1920 ഓഗസ്റ്റ് 1-നാണ്. ഈ വർഷങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. ചേരുംപടി ചേർക്കുക, കാലക്രമത്തിൽ എഴുതുക, അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് വർഷം അറിഞ്ഞിരിക്കണം. അതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. കാലഗണനാ ക്രമത്തിൽ എഴുതാന്ന് പറഞ്ഞ ഒരു 3-4 സംഭവങ്ങൾ തരും. അതിന്റെ ഓർഡറിലൊക്കെ എഴുതാനൊക്കെ ചോദിക്കും, ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കും, അല്ലാണ്ട് വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുമുണ്ട്. അപ്പൊ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് 1920 ഓഗസ്റ്റ് 1-ന്. ഇനി ഈ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ നിശ്ചയിച്ച ദിവസം പുലർച്ചെ തന്നെ മരിച്ചുപോയ ഒരു ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലക്. അദ്ദേഹം ഭയങ്കര ഫേമസ് ആയിരുന്നു. നമ്മൾ പറഞ്ഞു മറ്റേ തീവ്രവാദ ചിന്താഗതി പെടുന്ന ഒരു ആളായിരുന്നു ബാലഗംഗാധര തിലക്. ഇദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നാണ് വാലന്റിയർ ഷിറോൾ എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ്. അതേപോലെ തന്നെ ലോകമാന്യ എന്നൊക്കെ അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞത് ഈ പറഞ്ഞ ബാലഗംഗാധര തിലകാണ്. മഹാത്മാഗാന്ധി കഴിഞ്ഞ ഏറ്റവും കൂടുതൽ കാലം ജയിൽവാസമൊക്കെ അനുഭവിച്ചത് ബാലഗംഗാധര തിലകാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഗീത രഹസ്യ, അതേപോലെ ആർട്ടിക് ഹോം ഇൻ ദി വേദാസ് എന്നൊക്കെ പറഞ്ഞ ഗ്രന്ഥത്തിന്റെ ഒക്കെ രചയിതാവ് ഈ പറഞ്ഞ ബാലഗംഗാധര തിലകാണ്. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ നിശ്ചയിച്ച ദിവസം പുലർച്ചെ തന്നെ മരിച്ചുപോയ ഒരു ദേശീയ നേതാവാണ് ബാലഗംഗാധര തിലക്. അപ്പൊ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് 1920-കളിലാണ്. 20 ഓഗസ്റ്റ് 1-നാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം കൂടിയാണ് നിസ്സഹകരണ പ്രക്ഷോഭം. ഇനി ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തില് 2 തരം കർമ്മ പരിപാടികളാണ് മെയിൻ ആയിട്ട് ആസൂത്രണം ചെയ്തിരുന്നത്. 2 തരത്തില് ഉള്ള ആസൂത്രണ പരിപാടികൾ. ഒന്ന് ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ഒക്കെ ബഹിഷ്കരിക്കുക.
അതേപോലെ തന്നെ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അങ്ങനെ 2 തരം കർമ്മ പരിപാടികൾ അധിഷ്ഠിതമാണ്. ഈ ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ വരണതാണ്. എന്തൊക്കെ ബഹിഷ്കരിച്ചു? വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചു. ഓക്കെ, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചു. നികുതി നിഷേധം, അതായത് ബ്രിട്ടീഷുകാര് നികുതി അടയ്ക്കാൻ പറയണോടത്ത് ഇവര് അടക്കില്ല എന്നും പറഞ്ഞ് നിഷേധിക്കും. പദവികളും ഉദ്യോഗങ്ങളും ഒക്കെ ഉപേക്ഷിക്കില്ല. വലിയ വലിയ പദവികളൊക്കെ കിട്ടിയിട്ടുള്ളവര് അതൊക്കെ ഉപേക്ഷിക്കുക. കോടതി ബഹിഷ്കരണം, ഇത്രയും കാര്യങ്ങളാണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ വരുന്നത്. ഇതൊക്കെ PYQ ആണ് കേട്ടോ, മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ താഴെ പറയുന്നവർ നിസ്സഹകരണ സമയത്ത് ബഹിഷ്കരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. വസ്ത്രങ്ങളും അതേപോലെ തന്നെ വസ്തുക്കളും. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. നികുതികൾ നിഷേധിച്ചിട്ടുണ്ട്. പദവികൾ ഉദ്യോഗങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. കോടതി ബഹിഷ്കരണമുണ്ട്. ഇനി ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വരണതാണ്. ഇതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഹിന്ദു മുസ്ലിം ഐക്യം, അയിത്തോച്ചാടനം. അയിത്തോച്ചാടനം എന്താണെന്നറിയില്ലേ? തൊട്ടുകൂടായ്മ എന്നൊക്കെ പറയണ അയിത്തം, തീണ്ടിക്കൂടായ്മ, അതൊക്കെ നിരോധിക്കുക. ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കല്. ഇതൊക്കെ ക്രിയാത്മക പ്രവർത്തനങ്ങളാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഹിന്ദു മുസ്ലിം ഐക്യം. ഹിന്ദു മുസ്ലിം ഐക്യം, അതേപോലെ തന്നെ അയിത്തോച്ചാടനം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ദേശീയ വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിക്കല്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞ ദിവസത്തെ CPO ആണോ WCP ആണോ എനിക്ക് ഓർമ്മയില്ല. ഇതിലെ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന്ന് ക്വസ്റ്റ്യൻ CPO ആണെന്ന് തോന്നുന്നു. CPO ആണോ അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരുന്നത് കേട്ടോ. അപ്പോ അതിൽ പെടുന്നതാണ് ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടി ഉണ്ടായിരുന്നതാണ്. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അതേപോലെ തന്നെ ബീഹാർ വിദ്യാപീഠം. ഇതൊക്കെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട സ്വദേശി, നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കേട്ടോ. ഇനി 1920 കൽക്കട്ട പ്രത്യേക സമ്മേളനത്തില്, അന്ന് ലാലാ ലജ്പത് റായി ആണ് പ്രസിഡന്റ് ആയിരുന്നത്. അതിലാണ് ഈ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് സമ്മേളനത്തില്. അപ്പൊ 1920 കൽക്കട്ടയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഈ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനത്തില് 2 രീതിയിലുള്ള ബഹിഷ്കരണമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ബഹിഷ്കരണം, അതേപോലെ തന്നെ ഒന്ന് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ. ഒന്ന് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും 2 ക്രിയാത്മക പ്രവർത്തനങ്ങൾ. ഈ പറഞ്ഞ ബഹിഷ്കരണ പ്രസ്ഥാനത്തിൽ വരണതാണ് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നികുതി നിഷേധിക്കുക, പദവികൾ ഉദ്യോഗങ്ങളൊക്കെ ഉപേക്ഷിക്കുക, കോടതി ബഹിഷ്കരിക്കുക. ഇനി ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ വരണതാണ് ഹിന്ദു മുസ്ലിം ഐക്യം, അയിത്തോച്ചാടനം. ഇതൊന്നും അങ്ങനെ ശ്രദ്ധിക്കില്ല കേട്ടോ. അയിത്തോച്ചാടനം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ദേശീയ വിദ്യാലയങ്ങള് സ്ഥാപിക്കല്. ഇതൊക്കെ ക്രിയാത്മക പ്രവർത്തനങ്ങളാണ് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 20 കൽക്കട്ട സമ്മേളനം. ഇനി അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം നാഗ്പൂർ സമ്മേളനമാണ്. C വിജയരാഘവൻ. ഇത് പ്രത്യേക സമ്മേളനമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. കൽക്കട്ടയിലെ പ്രത്യേക സമ്മേളനമാണ് 20 അത് പിന്നെ ഇതിന് അംഗീകാരം നൽകിയ വാർഷിക സമ്മേളനം 20 നാഗ്പൂർ സമ്മേളനം കേട്ടോ. നമ്മൾ 20 INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ സാധാരണ നാഗ്പൂർ ആണ് പറയാറ് കേട്ടോ. ഇനി ഈ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനായിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുണ്ടായ കാരണമാണ് ചൗരി ചൗര സംഭവം കേട്ടോ. അത് 1922 മാർച്ച് 10 ഒന്നും പറ്റിയില്ലെങ്കിലും 1922 വർഷമെങ്കിലും പഠിക്കാട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനായിട്ട് കാരണം ചൗരി ചൗര സംഭവമാണ്. അതെന്താന്ന് പറയാം. ഇനി ഗാന്ധിജിയെ ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് തടവിലാക്കിയത് യർവാദ ജയിലിലാണ് കേട്ടോ. ഇനി ഗാന്ധിജീനെ അറസ്റ്റ് ചെയ്തത് 22 മാർച്ച് 10 ചൗരി ചൗര സംഭവത്തോട് തുടർന്നാണ് ഈ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനം
പിൻവലിക്കാൻ കാരണം. പിന്നെ ഈ INC-യുടെ നേതൃത്വത്തില് ഈ ഗാന്ധിജിയുടെ ഏറ്റവും വലിയൊരു ദേശീയ പ്രക്ഷോഭം, ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാന്ന് ചോദിച്ചാൽ അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അത് ആ ഒരു പ്രസ്ഥാനത്തിൽ കൂടെയാണ് ഗാന്ധിജി ദേശീയ സമര രംഗത്തേക്ക് വന്നത്. മറ്റേതൊക്കെ പ്രാദേശികമായി ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്ന സമരമായിരുന്നു. അപ്പൊ ഇതിലൂടെയാണ്, നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെയാണ് ഗാന്ധിജി ഒരു ദേശീയ മായിട്ടുള്ള ഒരു ഇതില് സമര രീതിയിലേക്ക് വന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആരൊന്നും പറയണില്ലല്ലോ. അടുത്തേക്ക് പോട്ടെ, സ്പീഡ് കൂടണുണ്ടാ? കുറച്ച് സ്പീഡ് കൂടെ ഉണ്ടാ? ഓക്കെ, പതുക്കെ പോവാട്ടോ. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ എന്നെ ആൻസർ പറയണേ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം? നിസ്സഹകരണ പ്രസ്ഥാനം. നിസ്സഹകരണ പ്രസ്ഥാനം. ഇനി ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ അന്ന് അന്തരിച്ച പ്രമുഖ നേതാവ് ആരാ? ബാലഗംഗാധര തിലക്. ഇനി ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത് എന്നാ? 1920. വർഷങ്ങൾ പറഞ്ഞാൽ മതി. 1920 ഓഗസ്റ്റ് 1. ഇനി നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാ? ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല, ജാമിയ മിലിയ ഇസ്ലാമിയ, കാശി വിദ്യാപീഠം, കാശി വിദ്യാപീഠം, ബിഹാർ വിദ്യാപീഠം, അതേപോലെ തന്നെ ഗുജറാത്ത് വിദ്യാപീഠം. ഓക്കെ, ഇനി ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്നേ അതിനുള്ള ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഒരു ഫണ്ടാണ് തിലക് സ്വരാജ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് കേട്ടോ. തിലക് സ്വരാജ് ഫണ്ട്. ഓക്കെ, അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ഏത് ദിവസം ഓർമ്മയുണ്ടോ? ഒക്ടോബർ 17. ഒക്ടോബർ 17. ഒക്ടോബർ 17. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം? മലബാർ കലാപം. മലബാർ കലാപം. ഇനി അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ്? മഹാത്മാഗാന്ധി. ഗാന്ധിജി. ഓക്കെ, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ബാലഗംഗാധര തിലക്. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാട്ടോ. ഇച്ചിരി പതുക്കെ പോകാൻ നോക്കാം ഞാൻ. ഇനി അടുത്തതാണ് ചൗരി ചൗര സംഭവം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി ഉപേക്ഷിക്കാൻ കാരണം ചൗരി ചൗര സംഭവം കാരണമാണ്. ഗാന്ധിജി ഈ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനം നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. വേറെ പ്രത്യേകിച്ച് ആർക്കും വലിയ ഉപദ്രവം ഒന്നും ഇല്ലാണ്ട് പൊക്കോണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ്. അതായത് ഉപദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലഡ് ഈ പറഞ്ഞ ചോര പോണ വിപ്ലവം ഒന്നും അല്ലായിരുന്നു. സമാധാനപരമായിട്ട് പൊക്കോണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. സഹകരിക്കില്ല എന്നുള്ളൂ. അതായത് നികുതി കൊടുക്കില്ല, അതേപോലെ തന്നെ വിദേശ വസ്തുക്കൾ ഉപേക്ഷിക്കുക,
പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള രീതിയിൽ, പിന്നെ സ്വന്തമായിട്ടുള്ള വിദ്യാലയങ്ങള് അങ്ങനെയുള്ളത് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ വേറൊരു രീതിയിലുള്ള ഒരു രക്തച്ചൊരിച്ചിലില്ലാത്തൊരു സംഭവമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. അതിങ്ങനെ സമാധാനപരമായിട്ട് പൊക്കോണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. അപ്പൊ അതിന് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി ഉപേക്ഷിക്കാൻ കാരണം ഈ പറഞ്ഞ ചൗരി ചൗര എന്ന് പറഞ്ഞ ഒരേ ഒരു ഇൻസിഡന്റ് കൊണ്ടാണ് അദ്ദേഹം ഇത് ഉപേക്ഷിച്ചത്. ഇത് നടന്നത് എവിടെയാന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ വെച്ചാണ് നടന്നത് കേട്ടോ. ചൗരി ചൗര സംഭവം നടന്ന സ്ഥലം ഉത്തർപ്രദേശ്. ഇത് ഒത്തിരി ലെങ്തി ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിലെ എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. 22 പോലീസുകാര് മരിച്ച ഒരു പ്രക്ഷോഭമാണ് ഈ പറഞ്ഞ ചൗരി ചൗര സംഭവം. നടന്നത് 1922 ഫെബ്രുവരി 5-ന്. അപ്പോ ഈ പറഞ്ഞ ചൗരി ചൗര സംഭവം എന്താന്ന് വെച്ചാൽ 1922 ഫെബ്രുവരി 5-ന് ഈ പറഞ്ഞ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയില് ഉള്ള ഒരു ഗ്രാമമാണ് ഈ പറഞ്ഞ ചൗരി ചൗര. അവിടെ നടന്ന ഒരു കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ എന്ത് ചെയ്തു? പോലീസുകാർ വെടിവെച്ചു. പോലീസുകാർ ചെയ്തത് ശരിയൊന്നുമല്ല. അപ്പൊ 1922 ഫെബ്രുവരി 5-ന് ഈ പറഞ്ഞ ചൗരി ചൗര ഗ്രാമത്തിന് നടന്ന കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ ആര് വെടിവെച്ചു? പോലീസുകാര് വെടിവെച്ചു. അപ്പൊ ഈ പറഞ്ഞ ജനക്കൂട്ടം ഭയങ്കര ദേഷ്യം വന്നിട്ട് ഇവരെന്ത് ചെയ്തു? 22ഓളം വന്ന പോലീസുകാരെ പോലീസ് സ്റ്റേഷൻ കത്തിച്ച് അഗ്നിക്കിരയാക്കി. അപ്പൊ അതിൽ ഉണ്ടായിരുന്ന 22 പോലീസുകാര് ഈ പോലീസ് സ്റ്റേഷൻ കത്തിച്ചപ്പോ മരിച്ചുപോയി. അപ്പൊ ഇത് ഗാന്ധിജിനെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാര്യം ഗാന്ധിജിക്ക് അഹിംസയുടെ മാർഗം മാത്രം പിന്തുടർന്ന ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി എന്ന് പറയണത്. അപ്പൊ ഈ 22 പോലീസുകാർ എന്തിന്റെ പേരിലായാലും മരിച്ചു, അത് ഇന്ത്യക്കാര് കൊന്നു എന്ന് പറയുമ്പോ, ജനക്കൂട്ടം കൊന്നു എന്ന് പറയുമ്പോ ഗാന്ധിജിനെ അത് ഭയങ്കരമായിട്ട് ബാധിച്ചു. ഗാന്ധിജി ഒക്കെ അത് ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് പേഴ്സണലി വിഷമത്തിന് ഇടയാക്കുകയും അങ്ങനെയാണ് ഈ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുകയും ചെയ്തത്. ഓക്കെ, അപ്പൊ 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരി ചൗരി ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. അതേ തുടർന്ന് ദേഷ്യം വന്ന ജനക്കൂട്ടം എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കുകയും അവിടെ ഉണ്ടായിരുന്ന 22 പോലീസുകാർ മരിച്ചു പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഗാന്ധിജി ഈ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനം ഉപേക്ഷിച്ചത്. ഇനി ജനങ്ങൾക്ക് അഹിംസയുടെ മാർഗം ശരിയായിട്ട് മനസ്സിലായില്ല എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന് നിങ്ങൾക്കറിയാലോ, ഈ പറഞ്ഞ 22 പേരെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ നിസ്സഹകരണ സംഭവം ഈ പ്രസ്ഥാനം ഗാന്ധിജി ബഹിഷ്കരിച്ചത്. ഇനി ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഗാന്ധിജിക്ക് അതൊരു കുറ്റബോധമായി. ഗാന്ധിജി തുടങ്ങിയ ഒരു സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പൊ അത് ഹിമാലയൻ ബ്ലണ്ടർ, അത്രയും വലിയ പൊട്ടത്തരായിരുന്നു എന്ന് ഗാന്ധിജിക്ക് സ്വയം തോന്നി. വിഷമം കൊണ്ട് തോന്നിയതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഗാന്ധിജി അതിനെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഈ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചതാണ് ഹിമാലയൻ ബ്ലണ്ടർ. അദ്ദേഹത്തിന്റെ ഭാഗത്ത് പറ്റിയ ഏറ്റവും വലിയൊരു ഫോൾട്ട് ആണ് ആ തീരുമാനം എന്നാണ് ഗാന്ധിജി വിചാരിച്ചത്. ഓക്കെ, അപ്പൊ ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ് ഗാന്ധിജി ചൗരി ചൗര സംഭവത്തെ വിശേഷിപ്പിച്ചത്. ഇനി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള തീരുമാനത്തെ ദേശീയ ദുരന്തം എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത്. കാര്യം ഗാന്ധിജി ഇത്രയും നല്ല കത്തി നിൽക്കണ നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഈ പറഞ്ഞ 22 പോലീസുകാരെ ജനക്കൂട്ടം കൊന്നു എന്നതിന്റെ പേരിൽ ഗാന്ധിജി അത് പിൻവലിച്ചു. അപ്പോ കുറെ നേതാക്കന്മാർക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇത്രയും നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്ന നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി ഒന്നും നോക്കാണ്ട് ഉപേക്ഷിച്ചു എന്നാണ് അവർക്ക് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ദേശീയ ദുരന്തം എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ചൗരി ചൗര ഇൻസിഡന്റ് മനസ്സിലായോ? ചൗരി ചൗര ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കാം കേട്ടോ. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. ഓപ്ഷൻ 1 മൗലാന മുഹമ്മദ് അലി. ശരിയാണോ? മൗലാന മുഹമ്മദ് അലി. ശരിയാണ്. ബാക്കിയുള്ളവര് മെസ്സേജ് ആയിട്ട് അയക്കേ.
റിപ്ലൈ തായോ. മുഹമ്മദ് അലി ജിന്ന. അടുത്ത ആള് മുഹമ്മദ് അലി ജിന്ന. ആരും പറയണില്ലല്ലോ. മുഹമ്മദ് അലി ജിന്ന ഉണ്ടോ? ഇല്ലല്ലോ. മുഹമ്മദ് അലി ജിന്ന ഇല്ല. നമ്മൾ ഇനി പറയും മുഹമ്മദ് അലി ജിന്ന എന്തിനാണ് അത് ഒരുമിച്ച് പറയണില്ല, അത് ആകെ കൺഫ്യൂഷനും. സാലിം അലി. സാലിം അലി ഇല്ല അല്ലെ. ഇനി മൗലാന ഷൗക്കത്ത് അലി. ഉണ്ട്. ഇനി മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി അറിയപ്പെടുന്ന പേരുകളാണ് അലി സഹോദരന്മാർ. അലി സഹോദരന്മാര് കേട്ടോ. അലി സഹോദരന്മാര്. അപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനമായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് മൂന്നാൾക്കാരുടെ പേരാ പറയാ. ഒന്ന് ഗാന്ധിജി, അതേപോലെ തന്നെ അലി സഹോദരന്മാര്. അത് ഇതുമായിട്ടല്ല, ഇന്ത്യയില് ഈ പറഞ്ഞ ഇതിന് നേതൃത്വം കൊടുത്ത 3 വ്യക്തികളുടെ പേരാണ് സാധാരണ പറയാറ് കേട്ടോ. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, അതേപോലെ തന്നെ മഹാത്മാഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ ദേശീയ പ്രക്ഷോഭം. ഓപ്ഷൻ വേണോ? ഇതൊക്കെ മെയിൻസിന്റെ പ്രിലിംസിന്റെ ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഈ പറയണത് മുഴുവൻ. PYQ. ഓപ്ഷൻ എ ചമ്പാരൻ. ഓപ്ഷൻ എ ചമ്പാരൻ. ഓപ്ഷൻ ബി അഹമ്മദാബാദ് തുണിമിൽ സമരം. ഓപ്ഷൻ സി സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ഓപ്ഷൻ സി നിസ്സഹകരണ സമരം. ഏതാ? നിസ്സഹകരണ സമരം. അത് തന്നെ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അപ്പൊ ഈ പറഞ്ഞ നിസ്സഹകരണ സമരമാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം കേട്ടോ. പ്രാദേശികമായിട്ടുള്ള പ്രക്ഷോഭമായിരുന്നു ഈ പറഞ്ഞ ചമ്പാരനൊക്കെ 17. ഇനി ചൗരി ചൗര സംഭവം മൂലം ഗാന്ധിജി നിർത്തിവെച്ച സമരം ഏതാ? നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരം. ഓക്കെ. 1920 നിസ്സഹകരണത്തിന്റെ വർഷം 20 കേട്ടോ. 1920. ചൗരി ചൗരിയാണ് 1922. ഈ 1920 നിസ്സഹകരണ സമരകാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതാന്ന് കേട്ടാ. ഓപ്ഷൻ എ ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക. ശരിയോ തെറ്റോ? തെറ്റ്. ശരി. ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക. നിസ്സഹകരണ സമരകാലത്തെ തുടർന്ന്. അത് തെറ്റെന്ന് പറഞ്ഞേ. നമ്മൾ പറഞ്ഞില്ലേ ഈ പറഞ്ഞ വലിയ ബീഹാർ വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, കാശി വിദ്യാപീഠം, ഇതൊക്കെ ദേശീയ വിദ്യാലയങ്ങള് ആരംഭിക്കണതിന്റെ ഭാഗമായിട്ട് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ലേ. ബന്ധമില്ലാത്തതായിരുന്നില്ലേ ക്വസ്റ്റ്യൻ? ബന്ധമില്ലാത്തതായിരുന്നു. അത് ശരിയോ തെറ്റോ എന്നാണ് ഞാൻ ചോദിച്ചത്. ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോന്ന്. ക്വസ്റ്റ്യൻ അത് തന്നെയായിരുന്നു. ഞാൻ ഓരോ സ്റ്റേറ്റ്മെന്റ് ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല എന്ന് വെച്ചാൽ ഒന്നാമത്തെ ശരിയാണോ എന്നാ ചോദിച്ചത്. ക്വസ്റ്റ്യനില് മനസ്സിലായേ ഞാൻ പറഞ്ഞ എന്താന്ന് മനസ്സിലായ? അതായത് ക്വസ്റ്റ്യനില് നിസ്സഹകരണ സമരകാലത്തെ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഞാൻ ഓരോരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വായിക്കണതാണ് ബന്ധം ഉണ്ടോ ഇല്ലയോ എന്ന്. അല്ലാണ്ട് ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ലേ. ഇത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അല്ലേ. അടുത്ത ഓപ്ഷൻ നികുതി നൽകുക. ശരിയോ തെറ്റോ? ഫാൾസ്. നികുതി നൽകാതിരിക്കുകയാണ് അല്ലെ ചെയ്തത്. നികുതി നൽകാതിരിക്കുകയാണ് ചെയ്തത്. നിസ്സഹകരണ സമരമായിട്ട് ബന്ധപ്പെട്ട് നികുതി നൽകാതിരിക്കുകയാണ് ചെയ്തത്. ഇനി തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക. ശരിയോ തെറ്റോ? ശരിയല്ലേ? ശരിയാണ് കേട്ടോ. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക. ഖാദി ഡ്രസ്സും അതും ഒക്കെ നമ്മുടെ സ്വന്തം സാധനങ്ങളൊക്കെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, അതൊക്കെ ഇതിന്റെ പെടുന്നു. അടുത്തത് ഹിന്ദി പ്രചരിപ്പിക്കുക. ഹിന്ദി പ്രചരിപ്പിക്കുക. ഹിന്ദി പ്രചരിപ്പിക്കുക. ശരിയോ തെറ്റോ? ശരിയാണ് കേട്ടോ. ഹിന്ദി പ്രചരിപ്പിക്കലും ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് കേട്ടോ. ക്ലിയർ അല്ലേ? ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ബാക്കിയുള്ളവരും ഒന്ന് പറഞ്ഞേ. ഓക്കെ. ഇനി അടുത്തത് നിസ്സഹകരണ സമരത്തിന്റെ പ്രഖ്യാപിത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത്. നികുതി നൽകാതിരിക്കുക. ശരിയോ തെറ്റോ?
നികുതി നൽകാതിരിക്കുക. നികുതി നൽകാതിരിക്കുക. ആൻസർ ആരും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? ഒന്ന് പറയ്. നികുതി നൽകാതിരിക്കുക. ശരിയോ തെറ്റോ? ആ, ശരിയാണ് അല്ലെ. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. ശരിയാണ് കേട്ടോ. കൃഷിയിടങ്ങൾ തരിച്ചിടുക. കൃഷിയിടങ്ങൾ തരിച്ചിടുക. അങ്ങനെ ചെയ്തള്ള കേട്ടാ. കൃഷിയിടങ്ങൾ മാത്രം തരിച്ചിട്ടിട്ടില്ല കേട്ടോ. ബ്രിട്ടീഷ് പുരസ്കാരങ്ങള് തിരികെ നൽകുക. അത് ശരിയാണ്. അപ്പൊ ഇത് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റി പറയുമ്പോൾ നിസ്സഹകരണ സമരത്തിൽ ഇവർ ഏതൊക്കെ രീതിയിലാണ് ഈ പറഞ്ഞ ഈ പറഞ്ഞ സമരമുറകൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വക്കീലന്മാരാണെങ്കിൽ, അഡ്വക്കേറ്റ്സ് ആണെങ്കിൽ അവർ കോടതി ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഈ നിസ്സഹകരണ സമരത്തിന് വേണ്ടി വക്കീലന്മാര്, നമ്മുടെ മിക്കവാറും ഉള്ള ദേശീയ നേതാക്കളൊക്കെ അഡ്വക്കേറ്റ്സ് ആണ് കേട്ടോ. നിങ്ങൾ മിക്കവാറും പ്രമുഖ നേതാക്കളൊക്കെ അഡ്വക്കേറ്റ്സ് ആണ്. അപ്പൊ അവരൊക്കെ വക്കീലന്മാര് കോടതികൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലുള്ള മിക്ക വ്യക്തികളും, എല്ലാവരും എന്നല്ല ഞാൻ പറയണേ, മെജോറിറ്റി ആൾക്കാരൊക്കെ അഡ്വക്കേറ്റ്സ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഈ വക്കീലന്മാര് കോടതികൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ഈ പിന്നെ അതേപോലെ തന്നെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ കൊടുത്തിട്ടുണ്ട്. നികുതി നൽകാണ്ടിരുന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങളൊക്കെ ബഹിഷ്കരിച്ചിട്ടുണ്ട് കേട്ടോ, ഈ പറഞ്ഞ നിസ്സഹകരണ സമരത്തിന് വേണ്ടിയിട്ട്. പിന്നെ തൊഴിലാളികൾ പണി മുടക്കിയിട്ടുണ്ട്. പിന്നെ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തിൽ കൂട്ടിയിട്ട് കത്തിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാര് വനനിയമമൊക്കെ തെറ്റിച്ച് വനത്തിനുള്ളിൽ പ്രവേശിച്ച് ഉൽപ്പന്നങ്ങളൊക്കെ ശേഖരിച്ചിട്ടൊക്കെ ഉണ്ട്. ക്ലിയർ ആയോ? ഇപ്പൊ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആയോ? ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. ഞാൻ നോട്ടിൽ ആഡ് ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യൻസിൽ പറഞ്ഞു പോയുള്ളൂ. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്തിട്ടിടാം കേട്ടോ. ഇനി അടുത്തേക്ക് നമുക്ക് പോവാം. സ്വരാജ് പാർട്ടി കേട്ടോ. സ്വരാജ് പാർട്ടി ഈ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനം നമ്മൾ പറഞ്ഞു, ഈ ചൗരി ചൗര ഇൻസിഡന്റിനെ തുടർന്ന് ഗാന്ധിജി ഉപേക്ഷിച്ചു. അപ്പോ അതേ തുടർന്ന് കോൺഗ്രസിൽ ഇപ്പൊ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ അതിനെ ഒരു ദേശീയ ദുരന്തം എന്നൊക്കെയാ പറഞ്ഞത്, ഈ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി ഉപേക്ഷിച്ചതുകൊണ്ട്. അപ്പൊ ഈ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയുടെ ഉള്ളില് കുറെ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി, ഗാന്ധിജി ഈ പറഞ്ഞ നിസ്സഹകരണ പ്രസ്ഥാനം ഉപേക്ഷിച്ചതുകൊണ്ട്. അപ്പൊ ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഫലമായി കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് സ്വരാജ് പാർട്ടി കേട്ടോ. സ്വരാജ് പാർട്ടി നിലവിൽ വന്നത് 1923 ജനുവരി 1-ാം തീയതിയാണ് ഈ പറഞ്ഞ സ്വരാജ് പാർട്ടി ഫോം ചെയ്തത്. ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് CR ദാസ്, മോത്തിലാൽ നെഹ്റു, വിതൽഭായ് പട്ടേൽ, ഹക്കീം അജ്മൽ ഖാനൊക്കെ, അതേപോലെ തന്നെ മദൻ മോഹൻ മാളവ്യ ഒക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. മെയിൻ ആയിട്ട് സാധാരണ ചോദിക്കാറ് സ്വരാജ് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ CR ദാസും മോത്തിലാൽ നെഹ്റു ആണ് കേട്ടോ, സാധാരണ ഓപ്ഷനിൽ കാണാറ്. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പെട്ടെന്നുള്ള പിൻവാങ്ങലിനെ തുടർന്ന് ഈ കോൺഗ്രസിന്റെ ഉള്ളിലുണ്ടായ ഭിന്നതയെ തുടർന്ന് വിട്ടുപോയവരുണ്ടാക്കിയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. നിലവിൽ വന്നത് 1923 ജനുവരി 1. പ്രമുഖ നേതാക്കളായിരുന്നു CR ദാസും മോത്തിലാൽ നെഹ്റു. അതായത് നമ്മുടെ നെഹ്റുവിന്റെ അച്ഛനാണ് മോത്തിലാൽ നെഹ്റു എന്ന് പറയുന്ന ആള് കേട്ടോ. ഓക്കെ, അപ്പൊ CR ദാസും മോത്തിലാൽ നെഹ്റു ആണ് മെയിൻ ആയിട്ടുള്ള നേതാക്കൾ. അതാണ് സ്വരാജ് പാർട്ടി തുടങ്ങാനായിട്ടുള്ള കാരണം. ഇത് ക്ലിയർ ആയോ? സ്വരാജ് പാർട്ടിയുടെ കാര്യം മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ?
Yes, 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 clear. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് ഗയാ സമ്മേളനം. 1922 ഗയാ സമ്മേളനത്തിൽ INC സമ്മേളനത്തിൽ വെച്ചാണ് ഇവര് തല്ലുകൂടി ഒക്കെ വിട്ടുപോയി പുതിയ ഒരു പാർട്ടി സ്വരാജ് പാർട്ടി ഫോം ചെയ്തത്. അപ്പൊ ഇതിന്റെ ആദ്യകാല പാർട്ടി പേരാണ് കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി. കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടി. ഇനി ആദ്യ സമ്മേളനം നടന്നത് അലഹാബാദിലാണ് 23. ആദ്യത്തെ പ്രസിഡന്റ് CR ദാസും സെക്രട്ടറി മോഹത്തിലാൽ നെഹ്റു. അതുകൊണ്ടാണ് ഇതിന്റെ മെയിൻ ആയിട്ട് സ്വരാജ് പാർട്ടിയുടെ നേതാക്കൾ പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പറയാ CR ദാസും മോത്തിലാൽ നെഹ്റുവിന്. അപ്പൊ ആദ്യത്തെ പ്രസിഡന്റ് സ്വരാജ് പാർട്ടിയുടെ CR ദാസും ആദ്യത്തെ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു ആണ്. ഇനി 1923 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചത് സ്വരാജ് പാർട്ടിക്കാണ് കേട്ടോ. അപ്പൊ സ്വരാജ് പാർട്ടിക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് വർഷം പഠിക്കുക, 1923 ജനുവരി 1 പഠിക്കുക, CR ദാസും മോത്തിലാൽ നെഹ്റു ആണ് അതിലെ നേതാക്കള് എന്നും പഠിക്കുക കേട്ടോ. പിന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്നാണ് ഇത് ഫോം ചെയ്തത് ഗയാ സമ്മേളനത്തിൽ വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ. ഓക്കെ. ഇനി അടുത്തതാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഓക്കെ, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഇന്ത്യയിൽ രൂപീകൃതമായ പ്രധാന വിപ്ലവ സംഘടനയായ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ സ്ഥാപകരാണ് ഈ പറഞ്ഞ ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്. ഭഗത് സിംഗിനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? രാജ്ഗുരു, സുഖദേവ്. അപ്പൊ ഒരു വിപ്ലവ സംഘടനയായിരുന്നു. നിങ്ങൾക്ക് അറിയാം ഭഗത് സിംഗ് ഒരു വിപ്ലവ നേതാവ് കൂടിയായിരുന്നു. പാവത്തിന് ചെറിയ പ്രായത്തില് തൂക്കിലേറ്റി കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ ഭയങ്കര എന്താ പറയാ നമ്മുടെ രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു ആള് തന്നെയായിരുന്നു. പക്ഷെ കുറച്ച് പ്രായത്തിന്റെ പക്വതയില്ലായ്മ കൊണ്ടായിരിക്കാം ഒരു വിപ്ലവകാരിയായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ രൂപീകൃതമായ പ്രധാന വിപ്ലവ സംഘടനയായ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ സ്ഥാപകരായിരുന്നു ഈ പറഞ്ഞ ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് തുടങ്ങിയവര്. അപ്പൊ ഈ പറഞ്ഞ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവര് യൂത്ത് ആയിരുന്നു. അപ്പൊ യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്ന ഉദ്ദേശത്തോടെ തുടങ്ങിയ ഒരു വിപ്ലവ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അതിന്റെ സ്ഥാപകരായിരുന്നു ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് കേട്ടോ. ഓക്കെ. ഇനി ഈ പറഞ്ഞ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആണ് ഇത്. ഇനി അടുത്ത് നമ്മൾ പറയണത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഇവര് തന്നെ നേതൃത്വം കൊടുത്തതാണ് കേട്ടോ. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ് ഇവര് തന്നെ നേതൃത്വം കൊടുത്തതാണ്. ഇനി ഇത് രൂപീകരിക്കപ്പെട്ട സ്ഥലം ഫിറോസ് ഷാ കോട്ട്ല, ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ലയിൽ വെച്ചിട്ടാണ് രൂപീകൃതമായത്. ഇനി പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ 1928 ഡൽഹിയിൽ വെച്ച് രൂപം കൊടുത്ത സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ തുടങ്ങിയത് ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ലയിൽ വെച്ചിട്ട്. നേതൃത്വം നൽകിയത് ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവും. ഇനി ഇവര് ഈ സായുധ വിപ്ലവത്തിനായിട്ട് ആരംഭിച്ച ഒരു സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയണത് കേട്ടോ. ഈ പറഞ്ഞ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ അതിന്റെ തന്നെ ഒരു സേനാ വിഭാഗമാണ് ഈ പറഞ്ഞ റിപ്പബ്ലിക്കൻ ആർമി. അവര് വിപ്ലവത്തിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. ഇപ്പൊ ഹിറ്റ്ലറുടെ ഒക്കെ ബ്രൗൺ ഷർട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലത്തെ അവരുടെ ഒരു സേനാ വിഭാഗമായിരുന്നു റിപ്പബ്ലിക്കൻ ആർമി. ഈ പറഞ്ഞ റിപ്പബ്ലിക്കൻ ആർമിയുടെ ലക്ഷ്യമാണ് കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുക. അപ്പൊ ലക്ഷ്യം ബ്രിട്ടീഷുകാരെ തകർത്ത് കോളനി ഭരണം അട്ടിമറിക്കുക നല്ല ഒരു ഉദ്ദേശം തന്നെയായിരുന്നു.
പക്ഷെ എന്താ മാർഗം അത്ര നല്ലതായിരുന്നില്ല എന്ന് മാത്രം. വിപ്ലവമായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഗാന്ധിജി അഹിംസയുടെ പാതയാണല്ലോ പ്രോത്സാഹിപ്പിക്കണത്. അപ്പൊ ഇവര് വിപ്ലവത്തിന്റെ പാതയാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കോളനി ഭരണമൊക്കെ അട്ടിമറിക്കുക എന്നൊക്കെ തന്നെയായിരുന്നു. അപ്പൊ കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുക എന്നതായിരുന്നു ഈ പറഞ്ഞ റിപ്പബ്ലിക്കൻ ആർമിയുടെ ലക്ഷ്യം. ഇനി ഈ പറഞ്ഞ ഒരു ലാത്തി ചാർജിന് അതിനുവേണ്ടി ഈ പറഞ്ഞ വിപ്ലവത്തിനൊക്കെ പോയിട്ട് അതില് ലാത്തി ചാർജ് ഒക്കെ വന്നു. അതില് ലാത്തി ചാർജിൽ പരിക്കേറ്റ് ലാലാ ലജ്പത് റായി 1928 ഡിസംബർ 17 മരിച്ചുപോയി. ബാലഗംഗാധർ തിലക് നമ്മൾ പറഞ്ഞു നിസ്സഹകരണ പ്രസ്ഥാന സമയത്ത് മരിച്ചു. അതിൽ തന്നെ ലാൽ ബാൽ പാൽ ആണല്ലോ തീവ്രവാദ ചിന്താഗതിയിലുള്ള ആൾക്കാര്. അതില് ലാലാ ലജ്പത് റായി 1928 ലാത്തി ചാർജിൽ മരിച്ചു പോയിട്ടുണ്ട്. ഈ പറഞ്ഞ ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സാൻഡേഴ്സൺ. ഇനി ഈ പറഞ്ഞ സാൻഡേഴ്സിന്, അതായത് ഈ പറഞ്ഞ ഒരു ലാത്തി ചാർജിൽ വെച്ച് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ അടിയേറ്റിട്ടാണ് നമ്മുടെ ലാലാ ലജ്പത് റായ് മരിച്ചുപോയത്. അപ്പൊ ഈ ലാലാ ലജ്പത് റായിനെ കൊന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സാൻഡേഴ്സൺ. അതിന് പ്രതികാരമായിട്ട് ഈ സാൻഡേഴ്സനെ ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊന്ന ആൾക്കാരാണ് ഈ നേരത്തെ പറഞ്ഞ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്. ഇനി ഈ പറഞ്ഞ അതേപോലെ തന്നെ അവര് ചെയ്ത വേറെ പരിപാടിയാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ബോംബ് എറിഞ്ഞിട്ടുണ്ട് 29 ഏപ്രിൽ 8. അപ്പൊ ഈ ലാഹോർ ഗൂഢാലോചനയെ തുടർന്നാണ് ഈ പറഞ്ഞ ഇവരെ ഭഗത് സിംഗിനെ, സുഖദേവിനെ, രാജ്ഗുരുവിനെ ഒക്കെ ബ്രിട്ടീഷുകാര് 1931 മാർച്ച് 23 ഈ പറഞ്ഞ ഇവരെ തൂക്കിലേറ്റിയത്. അന്ന് ഭഗത് സിംഗിന്റെ പ്രായം 23 വയസ്സാണ്. പിന്നെ വേറൊരു കഥ കേട്ടത്, കഥയല്ല, ഈ പറഞ്ഞ ലക്നൗ സന്ധി അല്ലെ, ലക്നൗ സന്ധിയിലെങ്ങാണ്ട്, ലക്നൗ സന്ധിയില് ഈ പറഞ്ഞ ഗാന്ധിജിക്ക് ഈ ഒരു അവസരം കിട്ടി ഈ ബ്രിട്ടീഷുകാരനായിട്ട് അവർക്കുമായിട്ട് സംസാരിക്കാനായിട്ട്. അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ ഭഗത് സിംഗിനെ വേണമെങ്കിൽ രക്ഷപ്പെടുത്താം എന്നായിരുന്നു വേണമെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നാണ് പറയണത്. അപ്പൊ ഈ ഗാന്ധിജി എന്തോ ബാക്കി കുറെ കാര്യങ്ങൾ സജഷൻസ് വെച്ചു. പക്ഷെ ഈ ഭഗത് സിംഗിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒന്നും പറയാൻ പോയില്ല. ഗാന്ധി ഇർവിൻ ഉടമ്പടി എന്നാ പറയാ. അതായത് ഗാന്ധിജി അത് 1931 നടന്ന ഒരു ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. ആ ഗാന്ധി ഇർവിൻ ഉടമ്പടിയില് ഈ ഗാന്ധിജിയും അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവും കൂടി ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ പ്രഭു ഉടമ്പടി. ആ ഉടമ്പടിയില് ഈ പറഞ്ഞ ഈ സിവിൽ നിയമ ലംഘനം പ്രസ്ഥാനം, ഉപ്പു നിയമം ഒക്കെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് നടന്ന ഒരു സന്ധിയാണത്. അപ്പൊ അതില് കുറെ കാര്യങ്ങൾ ഗാന്ധിജി മുന്നോട്ട് വെച്ചു, കുറെ കാര്യങ്ങൾ ഇർവിൻ പ്രഭു സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ അന്ന് എന്ത് പറഞ്ഞാലും ഇർവിൻ പ്രഭു സമ്മതിച്ചേനെ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഭഗത് സിംഗിന്റെ കാര്യം 31 ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെടുന്നത്. അപ്പൊ 31 മാർച്ച് 5 ഈ പറഞ്ഞ ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത്. അപ്പൊ അതില് ഭഗത് സിംഗിന്റെ കാര്യമൊന്നും ഗാന്ധിജി പറഞ്ഞില്ല എന്ന് പറയപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് ഗാന്ധിജിയോട് കുറെ പേർക്കൊക്കെ, ഭഗത് സിംഗ് ഇത്രയും ചെറിയ പ്രായമായിരുന്നല്ലോ, അപ്പൊ ഭഗത് സിംഗിന് വേണ്ടി സംസാരിച്ചില്ല എന്ന് പറഞ്ഞു ഭഗത് സിംഗ് ഈ ഗാന്ധിജിയോട് കുറെ പേർക്കൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് ഒരു അങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഓക്കെ, ഞാനത് വെറുതെ ജസ്റ്റ് അഡീഷണൽ ആയിട്ട് പറഞ്ഞതെന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അപ്പൊ ഈ നമുക്കിനി തിരിച്ചിങ്ങോട്ട് വരാം. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സ്വരാജ് പാർട്ടിയൊക്കെ ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്ക് ഒന്നും കൂടി അവിടെ വരെ പറയാം. അപ്പൊ ഈ പറഞ്ഞ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ തുടങ്ങിയ ആൾക്കാരാണ് ഭഗത് സിംഗ്. 28 തുടങ്ങിയ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ
ഹിന്ദുസ്ഥാൻ സോറി. അപ്പൊ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1928 ഡൽഹിയിൽ വെച്ചാണ്. അപ്പോ ഇത് ഫിറോസ് ഷാ കോട്ട്ലയിൽ ഡൽഹി വെച്ചാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇനി ഇതിന് നേതൃത്വം കൊടുത്തവരായിരുന്നു ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ്. അപ്പോ ഇവര് ചെയ്ത ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റായിനെ സാൻഡേഴ്സൺ എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ലാത്തി ചാർജിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടായി. അതിന്റെ പ്രതികാരമായിട്ട് ഈ സാൻഡേഴ്സിനെ പോയി ഇവര് വധിച്ചിട്ടുണ്ട്. അതായത് ലാലാ ലജ്പത് റായി ലാത്തി ചാർജിൽ 1928 ഡിസംബർ 17 മരിച്ചിട്ടുണ്ട്. അപ്പോ ഈ ലാലാ ലജ്പത് റായിനെ കൊന്ന സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ലാഹോറിൽ വെച്ച് ഭഗത് സിംഗും രാജ്ഗുരു സുഖദേവും കൂടി വെടിവെച്ച് കൊന്നു. ഓക്കെ, ഇനി അതേപോലെ തന്നെ പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരി നിയമങ്ങൾ പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ച് ഈ പറഞ്ഞ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് നേരെ ഈ ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും കൂടി പറഞ്ഞ ഒരു വ്യക്തിയും കൂടി ബോംബ് എറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞത് 1929 ഏപ്രിൽ 8-നാണ്. അപ്പൊ ഇതിന്റെ ഒരു ലക്ഷ്യം അവർ പറയണത് ബദിരരുടെ ചെവി തുറപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പൊ ഇതൊക്കെ കൂടി കൊണ്ട് ഈ പറഞ്ഞ ഭഗത് സിംഗിനെ മെയിനായിട്ട് ലാഹോർ ഗൂഢാലോചനയ്ക്ക് വേണ്ടിയിട്ടാണ് 1931 മാർച്ച് 23 ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. അന്ന് കൊല്ലപ്പെടുമ്പോൾ ഭഗത് സിംഗിന് പ്രായം 23 വയസ്സായിരുന്നു. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ. 2 ക്വസ്റ്റ്യൻ വേണോ? ഓക്കെ, അടുത്തേക്ക് പോവാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ, നിങ്ങൾ അതിന് ആൻസർ പറയണേ. ആയിരത്തി 1923 ഭഗത് സിംഗുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക കേട്ടോ. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. ശരിയോ തെറ്റോ? പറയേ, ആൻസർ പറ. 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം കൊടുത്തു. ഭഗത് സിംഗുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാട്ടോ ചോദിക്കണത്. ആരും ഒന്നും പറയണില്ലല്ലോ. എന്റെ നെറ്റ് സ്ലോ ആയിട്ടാണോ? ആൻസർ പറയോ? ശരിയോ തെറ്റോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ആൻസർ പറഞ്ഞേ. ശരിയാണ്. അതെങ്ങനെ ശരിയാവണേ? ഭഗത് സിംഗ് ആണോ സ്വരാജ് പാർട്ടിക്ക് നേതൃത്വം കൊടുത്തത്? അത് CR ദാസ്, മോത്തിലാൽ നെഹ്റു, മദൻ മോഹൻ മാളവ്യ, വിദർഭായ് പട്ടേൽ അങ്ങനെയുള്ള നേതാക്കളല്ലേ. ഭഗത് സിംഗ് സ്വരാജ് പാർട്ടിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
വർഷം ശരിയാണ്, 1923 ജനുവരി 1 തീയതിയാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. പക്ഷെ അതിന് ഭഗത് സിംഗുമായിട്ട് ബന്ധമുണ്ടോ? പറയേ. ഓക്കെ, അടുത്തത് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. ശരിയോ തെറ്റോ? ആരും ആൻസർ പറയണില്ലല്ലോ. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. ശരിയോ തെറ്റോ? നിങ്ങക്ക് മനസ്സിലാവണില്ലേ? ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലേ? മനസ്സിലായില്ല. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ഭഗത് സിംഗുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ്. 1921 സ്റ്റേറ്റ്മെന്റ് 1923 സ്വരാജ് പാർട്ടിക്ക് നേതൃത്വം രൂപം കൊടുത്തു. സ്വരാജ് പാർട്ടിയായിട്ട് ഭഗത് സിംഗിന് യാതൊരു ബന്ധവും ഇല്ല, അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ചോദിക്കണത്, ഇത് ഭഗത് സിംഗുമായിട്ട് ബന്ധമുണ്ടോ എന്നാണ് ഈ ചോദിക്കണത്. 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ എന്ന സംഘടന രൂപീകരിച്ചു. ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ്. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയോ? നമ്മളിവിടെ പറഞ്ഞിരുന്നു, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് നേതൃത്വം നൽകിയതിൽ ഒന്നാമത് കിടക്കുന്നത് ഭഗത് സിംഗിന്റെ പേരാണ്. അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് നേരെ ബോംബ് എറിഞ്ഞു. ശരിയോ തെറ്റോ? ശരിയാണ്. ഓക്കെ, അത് ഭഗത് സിംഗുമായിട്ട് ബന്ധപ്പെട്ട അത് തന്നെയാണ്. ഇനി നമുക്ക് ഭഗത് സിംഗുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഭഗത് സിംഗ് ജനിച്ചത് ലയർപൂർ ജില്ലയിലെ ബംഗ ഗ്രാമത്തിലാണ്. ഇന്നത്തെ പാകിസ്ഥാനിന്റെ ഒരു ഭാഗമായിരുന്ന അവിടെയാണ് ഈ പറഞ്ഞ ഭഗത് സിംഗ് ജനിച്ചത്. അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്ന പേരാണ് രക്തസാക്ഷികളുടെ രാജകുമാരൻ. തൂക്കിലേറ്റപ്പെട്ടൂലെ 23-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ ഇത് എത്രാമത്തെ വയസ്സിലാന്ന് ഓർക്കാൻ, മാർച്ച് 23 കേട്ടാ, 23 വയസ്സിൽ, ചെറിയ പ്രായമായിരുന്നു. അപ്പൊ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. ഇനി ഇൻകുലാബ് സിന്ദാബാദ്, അത് നമ്മൾ ഇപ്പോഴും കേൾക്കണതാണ്. അത് ജനകീയമാക്കിയത് ഭഗത് സിംഗ് ആണ് കേട്ടോ. ആ മുദ്രാവാക്യം ജനകീയമാക്കിയത് ഭഗത് സിംഗ് ആണ്. ഇനി ഭഗത് സിംഗിനെ ഏറ്റവും അധികം സ്വാധീനിച്ച വിപ്ലവകാരിയാണ് കർത്താർ സിംഗ് സരഭ എന്ന് പറഞ്ഞ ഒരു വിപ്ലവകാരിയാണ് അദ്ദേഹത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചത്. ഇനി ഭഗത് സിംഗ് അംഗമായിരുന്ന സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. വർഷം ഇമ്പോർട്ടന്റ് ആണ്, 1928 കേട്ടോ. ഇനി ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു എന്നിവരെ വധശിക്ഷയ്ക്ക് വധിച്ചത് ഏത് കേസിലാണ്? ലാഹോർ ഗൂഢാലോചന കേസ്, നമ്മുടെ ഈ പറഞ്ഞ സാൻഡേഴ്സിനെ കൊന്ന ഒരു കേസ്. പിന്നെ വൈ ഐ ആം ആൻ എത്തിസ്റ്റ്, അതിന്റെ രചയിതാവ് ഭഗത് സിംഗ് ആണ് കേട്ടോ. ഇനി ഭഗത് സിംഗിന്റെ സ്മാരകമാണ് ഭഗത് സിംഗ് ചൗക്ക്, അത് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ് കേട്ടോ. അപ്പൊ വൈ ഐ ആം ആൻ എത്തിസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവ് ഭഗത് സിംഗ് ആണ്. ഇനി അദ്ദേഹം മരിച്ചത് 1931 മാർച്ച് 23-നാണ്. ലാഹോറിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത് കേട്ടോ. ഇത്രയും ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? അടുത്തേക്ക് പോട്ടെ. ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോട്ടെ. ഓക്കെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട കുറച്ച് വിപ്ലവ സംഘടനകളുണ്ട്. അതിലെ കുറച്ചാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ഫോം ചെയ്തത് സൂര്യ സെൻ ആണ് കേട്ടോ. ഇതൊക്കെ ഈ പറഞ്ഞ വിപ്ലവ പ്രസ്ഥാനങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇതൊക്കെ കുറച്ച് വിപ്ലവ പ്രസ്ഥാനങ്ങളാണ്. അത് ആരാണ് രൂപീകരിച്ചതെന്ന് പഠിക്കണം. അഭിനവ ഭാരത് സൊസൈറ്റി ഉണ്ടാക്കിയത് VD സവർക്കർ ആണ് കേട്ടോ. അഭിനവ ഭാരത് സൊസൈറ്റി, VD സവർക്കർ.
അനുശീലൻ സമിതിയാണ് ബരീന്ദർ കുമാർ ഘോഷ്, അതേപോലെ തന്നെ പുലിൻ ബിഹാരി ദാസ് കേട്ടോ. അനുശീലൻ സമിതി ഫോം ചെയ്ത ധാക്കയില് ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസ്, ഇത് രണ്ടും അനുശീലൻ സമിതി രൂപീകരിച്ചത് ബരീന്ദർ കുമാർ ഘോഷും അതേപോലെ തന്നെ പുലിൻ ബിഹാരി ദാസ്. ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാലിന്റെ ആണ് കേട്ടോ. ഈ ഗദ്ദർ പാർട്ടി എപ്പോഴും ചോദിക്കണ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ, ഈ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി അതുപോലെ ഹിന്ദുസ്ഥാൻ ഇപ്പൊ പറഞ്ഞ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഇതൊക്കെ എപ്പോഴും തെറ്റിക്കാൻ വേണ്ടി ഒരുമിച്ച് തരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ ഇത് ചേരുംപടി ചേർക്കാനൊക്കെ ആയിട്ട് തരും. ഓക്കെ, ഫോർവേഡ് ബ്ലോക്ക് ആരുടെയാന്ന് വെച്ചാൽ അത് സുഭാഷ് ചന്ദ്രബോസിന്റെയാണ്, നമ്മൾ പിന്നീട് എടുക്കാം. ഓക്കെ, അപ്പൊ ഈ കിട്ടിയ അഭിനവ് ഭാരത് സൊസൈറ്റി വി ഡി സവർക്കറിന്റെ അഭിനവ് ഭാരത് സൊസൈറ്റി, അനുശീലൻ സമിതി ബരീന്ദർ കുമാർ ഘോഷ്, അതേപോലെ തന്നെ പുലിൻ ബിഹാരി ദാസ്, ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാലിന്റെ, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെന്നിന്റെ. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അടുത്തേക്ക് പോട്ടെ, അടുത്തേക്ക് പോവാം. അടുത്തതാണ് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷൻ 1927 സൈമൺ പ്രഭു കമ്മീഷനായ ഒരു കമ്മീഷൻ ഇന്ത്യയിലേക്ക് വന്നത്. അത് ഇന്ത്യയിലേക്ക് അയച്ചത് ഈ ബ്രിട്ടീഷുകാർ അയച്ച ഒരു കമ്മീഷനാണ് കേട്ടോ. അപ്പൊ സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് സൈമൺ പ്രഭുവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് കിടക്കുന്നത് സൈമൺ കമ്മീഷൻ. 27 വർഷം ഇമ്പോർട്ടന്റ് ആണ്. 1927 സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ചത്. പക്ഷെ ഈ പറഞ്ഞ സൈമൺ കമ്മീഷനെ ഇന്ത്യ ബഹിഷ്കരിച്ചു. അതിന് കാരണം സൈമൺ കമ്മീഷനിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. സൈമൺ കമ്മീഷനെതിരെ ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്, സൈമൺ ഗോ ബാക്ക്. അപ്പൊ സൈമൺ കമ്മീഷൻ 1927 ഇന്ത്യയിലേക്ക് വന്നത്. അത് ഇന്ത്യക്കാർ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. അതിന് കാരണം അതിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു. അതിനെതിരെ ഉയർന്ന മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക് എന്നുള്ള ഒരു മുദ്രാവാക്യം. ഇത് ക്ലിയർ അല്ലേ? സൈമൺ കമ്മീഷനെ പറ്റി ഇത്രയും പഠിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? പിന്നെ ഇത് വന്നത് 1919 ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്. അത് കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷന്റെ തുടക്കമായിട്ട് നമ്മൾ പഠിക്കും 1919. അപ്പൊ അതിനെ പറ്റി പഠിക്കാനും ഭരണഘടനാപരമായിട്ട് പരിഷ്കാരങ്ങളൊക്കെ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സൈമൺ കമ്മീഷൻ വന്നത് കേട്ടോ. ഇതിലെ സൈമൺ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സൈമൺ ആണ്, ജോൺ സൈമൺ ആണ്. അത് കൂടാണ്ട് 7 ബ്രിട്ടീഷ് അംഗങ്ങളും കൂടി പാർലമെന്റ് അംഗങ്ങളും കൂടി ഉണ്ടായിരുന്ന ഒരു കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് ബർദോളി സമരം. ഈ ബർദോളി സമരം നടന്നത് ഭൂനികുതി, ഈ ഗേദയും ബർദോളിയും തെറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒന്ന് 1918 ബർദോളി ആണെങ്കിൽ 1928. രണ്ടും ഗുജറാത്തി വെച്ച് തന്നെയാണ്. ഒരെണ്ണം 18 ഒരെണ്ണം 28. അപ്പൊ ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തി കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സത്യാഗ്രഹം അല്ലെങ്കിൽ ബർദോളി സമരം. ഓക്കെ, അപ്പൊ ഭൂനികുതി വർധനവിനെതിരെ ഗുജറാത്തി കർഷകർ നടത്തിയ സമരമാണ് ബർദോളി സമരം 1928 ഗുജറാത്തി വെച്ച്. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അപ്പൊ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഇനി ഈ സർദാർ വല്ലഭായ് പട്ടേല്
ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആയിരുന്നു കേട്ടോ. ഇപ്പൊ നമുക്ക് ഉപപ്രധാനമന്ത്രി എന്ന് പറഞ്ഞ റോളൊന്നും ഇല്ല. അപ്പൊ പ്രധാനമന്ത്രിയുടെ നെക്സ്റ്റ് ലെവല്. അപ്പൊ ഉപപ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തര മന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഈ ബർദോളി സത്യാഗ്രഹത്തെ തുടർന്നാണ് ഈ പറഞ്ഞ സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന ബഹുമതി കിട്ടിയത് കേട്ടോ. അത് കൊടുത്തത് ഗാന്ധിജിയാണ്. അപ്പൊ ഈ മുന്നേ വല്ലഭായ് പട്ടേൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേരിന്റെ മുന്നേ സർദാർ എന്ന ബഹുമതി നൽകിയത് മഹാത്മാഗാന്ധിയാണ്. അത് ഈ പറഞ്ഞ ബർദോളി സത്യാഗ്രഹത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേര് കിട്ടിയത്. ഓക്കെ. ഇനി സർദാർ വല്ലഭായ് പട്ടേൽ പ്രസിഡന്റ് ആയ ഏക കോൺഗ്രസ് സമ്മേളനം അത് 1931 കറാച്ചി സമ്മേളനം. കറാച്ചി സമ്മേളനത്തിൽ വെച്ചാണ് സർദാർ വല്ലഭായ് പട്ടേൽ പ്രസിഡന്റ് ആയ ഏക കോൺഗ്രസ് സമ്മേളനം. ഇനി അദ്ദേഹത്തെ അറിയപ്പെടുന്ന വിശേഷണങ്ങളാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. പിന്നെ നമുക്കറിയാം നാട്ടുരാജ്യ സംയോജനത്തിനൊക്കെ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അത് നമ്മൾ ഇനി പഠിക്കും. ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ പിതാവ്, അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേലിനാണ്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഓക്കെ. അപ്പൊ ഇത്രയാണ് ബർദോളി സത്യാഗ്രഹം വർഷം പഠിക്കുക 28. അതിന്റെ മെയിൻ ആണ് സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്ന് പഠിക്കുക. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന പട്ടേലാണെന്ന് പഠിക്കുക. ഗുജറാത്തി വെച്ചിട്ടാണ് ബർദോളി സമരം നടന്നതെന്നും പഠിക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്തേക്ക് പോട്ടെ. ക്ലിയർ ആണോ? ഓക്കെ. ഒരു ചെറിയ ടോപ്പിക്കും കൂടി ഉള്ളൂ, അതിന് നമുക്ക് നിർത്താം. കുറെ ആകുമ്പോൾ നിങ്ങൾക്ക് പാടായിരിക്കും. നെഹ്റു കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റീനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അത് 28 വർഷം 28 ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. നമ്മൾ 28 വരെ അവസാനിപ്പിക്കാന്ന് വെച്ചിട്ട്. അപ്പൊ നെഹ്റു കമ്മിറ്റി ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1928 കൊൽക്കട്ട സമരം. അപ്പൊ ഈ പറഞ്ഞ ഡൊമിനിയൻ പദവി എന്ന് പറഞ്ഞാൽ പുത്രികാ രാജ്യ പദവി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ പുത്രികാ രാജ്യ പദവിയാണെങ്കിൽ കുറച്ച് നമ്മുടെ ഈ കോളനി ആയിട്ട് ഇരിക്കണേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥിതി കിട്ടും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത്. അപ്പൊ ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് 1928 കൊൽക്കട്ട സെഷൻ. അപ്പൊ ഇന്ത്യയിലെ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കാനായിട്ട് ചുമതലപ്പെടുത്ത കമ്മിറ്റിയാണ് ഈ പറഞ്ഞ നെഹ്റു കമ്മിറ്റി. അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയ ഒരു കമ്മിറ്റിയാണ് നെഹ്റു കമ്മിറ്റി. ഈ പറഞ്ഞ നെഹ്റു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ട വർഷം 1928 അപ്പൊ ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ പദവി, പുത്രികാ പദവി നൽകണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് 1928 കൽക്കട്ട സെഷൻ. അപ്പൊ അതില് ആ സെഷനിൽ വെച്ചിട്ട് ഒരു നെഹ്റു കമ്മിറ്റി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റി വന്നു. അതായത് ഇന്ത്യയിലെ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കാനായിട്ട് ചുമത്തിയ ഒരു കമ്മിറ്റിയാണ് നെഹ്റു കമ്മിറ്റി. അതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു അല്ല, മോത്തിലാൽ നെഹ്റു ആണ്. അപ്പൊ ഈ നെഹ്റു കമ്മിറ്റി വന്ന വർഷം ചോദിച്ചാൽ അത് 1928. അതിന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ മോത്തിലാൽ നെഹ്റു. അതിന്റെ സെക്രട്ടറിയാണ് ജവഹർലാൽ നെഹ്റു. ഇനി ഈ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കാൻ മോത്തിലാൽ നെഹ്റുവിനെ സഹായിച്ചത് തേജ് ബഹദൂർ സപ്രു ആണ് കേട്ടോ. അപ്പൊ ഈ നെഹ്റു കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് മോത്തിലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലല്ല അത് അറിയപ്പെടുന്നത്, മോത്തിലാൽ നെഹ്റുവിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. നെഹ്റു കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിൽ മോത്തിലാൽ നെഹ്റുവിന്റെ പേരാണ് മെയിൻ ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത്. ഇനി ഈ നെഹ്റു റിപ്പോർട്ട് ബ്രിട്ടീഷ് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് പുത്രികാ രാജ്യ പദവി. ഓക്കെ. അപ്പൊ ഈ പുത്രികാ രാജ്യ പദവിയാണ് ഈ പറഞ്ഞ ഡൊമിനിയൻ പദവിയാണ് ഈ നെഹ്റു റിപ്പോർട്ട് പ്രകാരം ബ്രിട്ടീഷ് സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടത്. ഈ നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് 1928 ഓഗസ്റ്റ് 10 ഇനി നെഹ്റു റിപ്പോർട്ട് പാസ്സാക്കാൻ കഴിയാത്തതിന് കാരണം വർഗീയവാദികൾ എതിർപ്പ് വന്നു.
നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് 29 14 ഇന തത്വങ്ങൾ രൂപം നൽകിയത് മുഹമ്മദ് അലി ജിന്ന. ഇനിയും നമ്മൾ ജിന്നയെ പറ്റി പഠിക്കും കേട്ടോ. അപ്പൊ ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 14 ഇന തത്വങ്ങൾ ആരുടെയാണ്? അത് മുഹമ്മദ് അലി ജിന്നയുടെയാണ്. അപ്പൊ 1928 നെഹ്റു റിപ്പോർട്ട്. നെഹ്റു റിപ്പോർട്ടിന്റെ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് മോത്തിലാൽ നെഹ്റു ആണ്. നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത് 1928 ഓഗസ്റ്റ് 10 പക്ഷേ ഈ നെഹ്റു റിപ്പോർട്ട് പാസ്സാക്കാൻ കഴിഞ്ഞില്ല. അത് കാരണം വർഗീയവാദികളുടെ എതിർപ്പുകൊണ്ട് അത് നടന്നില്ല. മുഹമ്മദ് അലി ജിന്നയാണ് ഈ നെഹ്റു റിപ്പോർട്ടിനെ എതിർത്തുകൊണ്ട് 14 ഇന തത്വങ്ങൾക്ക് രൂപം നൽകിയത്. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ബാക്കിയുള്ളവരൊന്ന് പറയോ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി 1928 തയ്യാറാക്കിയ ഭരണഘടനാ സമാനമായ രേഖ ഏത്? ഏതാ? ആൻസർ പറയ്. ഇതൊരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് മെയിൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻസർ പറയ്. ആരും പറയണില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു. നെഹ്റു റിപ്പോർട്ട്, നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ്. 1928 ഭരണഘടനാ സമാനമായിട്ടുള്ള ഒരു രേഖയായിരുന്നു നെഹ്റു റിപ്പോർട്ട് കേട്ടോ. ഓക്കെ. അതിലെന്താ പറയണേ? ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി, പുത്രിക പദവി നൽകണമെന്ന്. ഓക്കെ. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതാണ്? ബർദോളി സത്യാഗ്രഹം. ഇത് മര്യാദയ്ക്ക് പഠിച്ചു പോയില്ലെങ്കിൽ നമ്മൾ അത് കൊണ്ടുപോയി ഗേദ സത്യാഗ്രഹമായിട്ട് എഴുതൂ കേട്ടാ. 28ഉം 18ഉം ഒരു ചെറിയ 10 വർഷത്തെ ഡിഫറൻസ് ഉള്ളൂ. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഈ ഗേദയാണെന്ന് തെറ്റിദ്ധരിക്കും. ഓക്കെ. ഇനി ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് കേട്ടാ? ഒന്നാമത്തെ പ്രസ്താവന നിയമ ലംഘന പ്രസ്ഥാനമായിരുന്നു. ശരിയോ തെറ്റോ? നിയമ ലംഘന പ്രസ്ഥാനമായിരുന്നു. പറയേ. ആൻസർ പറയും. നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. ശരിയോ തെറ്റോ? ശരിയാണ് കേട്ടോ. നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. കാര്യം ഭൂനികുതി വർധനവിനെതിരെയാണ് ഈ പറഞ്ഞ ഈ ഗേദ സത്യാഗ്രഹം നടന്നത്. അപ്പൊ നികുതി കൊടുക്കില്ല, അത് തന്നെ കാര്യം. അപ്പൊ അത് നികുതി നിഷേധമായിട്ട് മാറൂല. അപ്പൊ അതുകൊണ്ടാണ് നിയമം പറഞ്ഞത് അനുസരിക്കാതിരിക്കുക. നിയമലംഘന പ്രസ്ഥാനമായിരുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയായിരുന്നു. ശരിയോ തെറ്റോ? ഭൂനികുതി വർദ്ധിപ്പിച്ചതിന് എതിരായിരുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് കർഷക സമരമായിരുന്നു. ശരിയോ തെറ്റോ? ശരിയാണ്. ഗുജറാത്തിലെ കർഷകർ നടത്തിയ സത്യാഗ്രഹമായിരുന്നു. ഇനി ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഗാന്ധിജിയുടെ നേതൃത്വത്തിലായിരുന്നു. ഫോൾസ് ആണെങ്കിൽ ആരുടെ നേതൃത്വത്തിലാണെന്ന് പറഞ്ഞോ? വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലാണ്. ഈ സർദാർ എന്ന പേര് നൽകിയത് അദ്ദേഹത്തിന് ആരാ? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി. അപ്പൊ ഇന്നെടുത്ത് ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇന്നത്തേക്ക് നമ്മൾക്ക് അവസാനിപ്പിക്കാം. ഇനി കുറെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ലോഡ് കൂടും. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ താങ്ക് യു.